ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. അതായത് കോളിഫ്ലവറും അതേപോലെ ക്യാബേജും കൊണ്ടുള്ള. അപ്പോൾ ക്യാബേജിൻ്റെ റെസിപ്പി ഞാൻ വേണോ എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. കാരണം അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് ഫ്രൈ ആണ്. പിന്നെ അതേപോലെ തന്നെ കോളിഫ്ലവറും നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ബാറ്റർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കോളിഫ്ലവർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് എടുക്കുന്നില്ല, കുറച്ച് മാത്രം കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ പകുതിയാണ് അടർത്തി എടുക്കുന്നത്. എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇടാൻ കാരണം ഞാൻ 2 ദിവസം മുമ്പ് ബീച്ചിൽ പോയപ്പോൾ അവിടുന്ന് കോളിഫ്ലവർ ഫ്രൈ പക്കോട കഴിക്കാനിടയായിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടു അതെങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കോളിഫ്ലവർ ഇതേപോലെ ചെറിയ പീസാക്കി എടുക്കുക. അപ്പം അവിടെ ബീച്ചിൽ കിട്ടിയ തീരെ ചെറിയ പീസുകളാണ് കേട്ടോ, കുഞ്ഞു പീസുകൾ. അപ്പോൾ ഞാൻ അത്രയല്ല, ഇച്ചിരി വലുതാക്കി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് ഒരു 10 മിനിറ്റ് അതിനകത്തിട്ട് വെക്കാം. കാരണം ഇതിനകത്ത് പുഴുവും അതേപോലെ അണുക്കളും എല്ലാം കാണുമല്ലോ. അപ്പോൾ നമ്മൾ എത്ര കഴിയാലും അതിൻ്റെ ഉള്ളിൽ ഭാഗം വൃത്തിയാകത്തില്ല. അപ്പം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ മുക്കി വെക്കാം. അപ്പോൾ കോളിഫ്ലവർ വെന്ത് പോകരുത് കേട്ടോ. അതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത്. കാരണം വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വറുക്കുന്ന സമയത്ത് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല കേട്ടോ. ആ 10 മിനിറ്റിന് ശേഷം ഇത് കോരി മാറ്റുകയാണ്. എന്നിട്ട് നന്നായിട്ട് വെള്ളം തോരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. ആദ്യം ഞാൻ 1/2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ 1/2 കപ്പ് തന്നെ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ സെയിം അളവിൽ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ബാറ്റർ നല്ല ലൂസാവരുത്, നല്ല ഒരുപാട് തിക്കാവരുത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അതേപോലെ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ആ ബാറ്റർ അതിനകത്ത് പിടിച്ചിരിക്കത്തില്ല, കോളിഫ്ലവറിൽ പിടിച്ചിരിക്കത്തില്ല. ആ ഒരു പരുവത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പം ഒരു 1.25 ഗ്ലാസ് വെള്ളം ടോട്ടൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ കച്ചിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണും കൂടി ചേർത്ത് നന്നായിട്ടിത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി വെക്കാം. മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കോളിഫ്ലവർ ഒരുപാട് നേരം ഇതിനകത്ത് മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കാൻ വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പം ഒന്നൊന്ന് തൊടാതെ വേണം ഇട്ട് കൊടുക്കാൻ. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല, നമുക്ക് ഒന്നിച്ചിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വറുത്തെടുക്കാം. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റുകയാണ്. കോരി മാറ്റിയ ശേഷം നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കി കുറച്ച് മാവും കൂടെ അധികം വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് എന്നാൽ പിന്നെ ക്യാബേജും കൂടെ എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ക്യാബേജിൻ്റെ കുറച്ച് ലീവ്സ് ഞാൻ എടുത്തിട്ട് ഇതേപോലെ ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു 10 മിനിറ്റ് ഇട്ട ശേഷം ഇതേപോലെ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കുകയാണ്. സാധാരണ ഞാൻ ഇതേപോലെ മാവ് ബാക്കി വന്ന് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ എടുത്ത് കളയുക. ഒരു ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകുമല്ലോ. അപ്പോൾ എനിക്ക് ഉടനെ അത് തോന്നി എനിക്കിത് ചെയ്യാൻ വേണ്ടി ക്യാബേജ് ഇരിപ്പുണ്ടെന്നാൽ ഒന്ന് ഫ്രൈ ആക്കി നോക്കാമെന്ന്. പക്ഷേ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ്. നമ്മൾ ബോളിയൊക്കെ കഴിക്കത്തില്ലേ, ക്രിസ്പി ആയിട്ട് ഒടിച്ചാലും ഒടിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ കയറി വന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒറ്റ ബാറ്ററിൽ 2 ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ കോളിഫ്ലവർ പക്കോടയും അതേപോലെ ക്യാബേജ് പക്കോടയും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.